ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, മൈ ഡ്രീംസ് ഗാർഡൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ലിൻസി ബിനു, ഡ്രീംസ് ഗാർഡനിൽ നിന്നും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു വെറൈറ്റി വീഡിയോ ആണ് കേട്ടോ. നമ്മൾ ഈ വർഷം കലയെടുത്തിൻ്റെ സെയിൽസ് വീഡിയോ ചെയ്തിരുന്നില്ല. കലയെടി നമുക്ക് കുറച്ചൊക്കെ വന്നിരുന്നു, പക്ഷെ നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പിൽ നമ്മൾ സെയിൽ ചെയ്യായിരുന്നു ചെയ്തിരുന്നത്. നമ്മളൊരു വീഡിയോ ആയിട്ട് യൂട്യൂബിലേക്ക് നമ്മൾ ചെയ്തിരുന്നില്ല. അപ്പോൾ നമുക്ക് ഇന്ന് കലയെടി 100 പ്ലാന്റ്സ് ആണ് നമുക്ക് എത്തിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് 5 വെറൈറ്റി പ്ലാന്റുകളാണ് നമുക്ക് എത്തിയിരിക്കുന്നത്. അപ്പോൾ എല്ലാ വെറൈറ്റിയും ഒന്നും അധികം സ്റ്റോക്ക് ഇല്ല കേട്ടോ, വളരെ കുറച്ച് മാത്രമേ സ്റ്റോക്കേ ഉള്ളൂ. അപ്പോൾ ഉള്ള സ്റ്റോക്ക് വെച്ചിട്ട് നമുക്ക് നല്ല അടിപൊളി ഒരു കോംബോ വീഡിയോ ചെയ്യാം. ഇത് കോംബോ ആയിട്ടും സിംഗിൾ പ്ലാന്റ്സ് ആയിട്ടും നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ. നല്ല അടിപൊളി കലയുടെയും തന്നെയാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് കാണാം, നല്ല ഒരു ലീഫ് പോലും ഡാമേജ് ഇല്ലാത്ത വളരെ ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ്, വളരെ ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ്. നമുക്ക് കലയുടെയും നമുക്ക് ഇത്രയും ഹെൽത്തി ആയിട്ട് നമുക്ക് കിട്ടാറില്ല കേട്ടോ. സാധാരണ ലോഡൊക്കെ കയറി വരുമ്പം കലയുടെ ലീഫൊക്കെ ഡാമേജ് ആവാൻ 1-2 ലീഫൊക്കെ ഒടിഞ്ഞൊക്കെയാണ് നമുക്ക് കിട്ടാറ്. പക്ഷേ ഇന്ന് നമുക്ക് കലയേടിയം കിട്ടിയിരിക്കുന്നത് വളരെ ഭംഗിയായിട്ടാണ്. അത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. നല്ല ലീഫൊക്കെ നല്ല അടിപൊളിയായിട്ട് ഒരു ലീഫ് പോലും മടങ്ങലോ ഒടിച്ചിലോ ഒന്നുമില്ലാതെ നല്ല അടിപൊളിയായിട്ടാണ് നമുക്ക് കലയേടിയം പ്ലാന്റ്സ് ഇന്ന് എത്തിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് കലയേടിയം പ്ലാന്റ്സിൻ്റെ സെയിൽസ് വീഡിയോ ഒന്ന് കാണാം. നമ്മുടെ വീഡിയോ കാണുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കണ്ട കേട്ടോ. ഫ്രണ്ട്സിന് റിലേറ്റീവ്സിനൊക്കെ നമ്മുടെ ചാനൽ ഒന്ന് ഷെയർ ചെയ്ത് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാം. അതുപോലെ എല്ലാവർക്കും കമൻറ്റുകൾ ചെയ്യാം. നമ്മൾ പതിവ് പോലെ ഇന്നും ഗിഫ്റ്റ് പ്ലാന്റ് കൊടുക്കുന്നുണ്ട്. കലയേടിയം വീഡിയോ ചെയ്യുമ്പോൾ നമുക്ക് കലയേടിയം തന്നെ ഗിഫ്റ്റ് പ്ലാന്റ് കൊടുക്കാം കേട്ടോ. എല്ലാ വീഡിയോയിലും നമ്മളിപ്പോൾ ഗിഫ്റ്റ് പ്ലാന്റ് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിനി 1-2 വീഡിയോസിൻ്റെ വിന്നർ അനൗൺസ്മെൻറ്റ് കൂടി ചെയ്യാനുണ്ട്. അത് നമുക്ക് സമയം പോലെ നമുക്ക് ചെയ്തിട്ടേക്കാം കേട്ടോ, നിങ്ങൾ നോക്കണം. അപ്പോൾ നമ്മുടെ ഡ്രീം ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ഡിസ്ട്രിക്റ്റിൽ പുത്തൻകുരിശിൽ മറ്റക്കുഴി എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് പ്ലാന്റ്സുകൾ ഡയറക്റ്റ് വന്ന് കളക്ട് ചെയ്യണമെങ്കിൽ പ്ലാന്റ്സുകൾ ഡയറക്റ്റ് വന്ന് കളക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. വിളിച്ച് ചോദിച്ചതിന് ശേഷം ഒന്ന് കോൾ ചെയ്തതിന് ശേഷം മാത്രം വരാം കേട്ടോ. മാക്സിമം എല്ലാവരും സഹകരിക്കാം. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഗിഫ്റ്റ് പ്ലാന്റും ഇന്നത്തെ കലയിടത്തിൻ്റെ പ്രൈസും കോംബോ ഓഫറുകളും എത്രയാണെന്ന് നമുക്ക് നോക്കാം. പോകാം ഡ്രീം ഗാർഡനിലേക്ക്. നാളെ റെഡ് അഗ്ലോണിമയുടെ ഒരു സെയിൽ വീഡിയോ വരുന്നുണ്ട് കേട്ടോ. നാളെ അടിപൊളി ഒരു റെഡ് അഗ്ലോണിമ. നമുക്ക് പ്ലാന്റ്സുകൾ ഇന്നലെ കുറേ പ്ലാന്റ്സുകൾ നമ്മൾ ഇന്നലെ വീഡിയോ ചെയ്തപ്പോൾ ഒത്തിരി പ്ലാന്റ്സ് നമുക്ക് സ്റ്റോക്ക് ഔട്ട് ആയിരുന്നു കേട്ടോ. അതായത് നമ്മുടെ സ്റ്റാൻഡിൻ്റെ കുറേ ഭാഗങ്ങളൊക്കെ കാര്യം നമ്മൾ ഇന്നും കൊറിയർ പാക്കിംഗ് ഉണ്ടായിരുന്നു. മാക്സിമം എല്ലാവർക്കും തന്നെ നമ്മൾ ഇന്ന് ഓർഡർ വന്ന മാക്സിമം എല്ലാവർക്കും തന്നെ നമ്മൾ ഇന്നും അയച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് റെഡ് അഗ്ലോണിമസ് ഉണ്ട്. അത് റെഡ് അഗ്ലോണിമയുടെ അടിപൊളി സെയിൽ വീഡിയോ നമുക്ക് നാളെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് കലയിടത്തിൻ്റെ കോംബോ ഓഫറും കാര്യങ്ങളും എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. കലയുടെ ഇന്ന് ഡ്രീം ഗാർഡനിലല്ലാട്ടോ വെച്ചിരിക്കുന്നത്, നമ്മുടെ വീടിൻ്റെ മുറ്റത്താണ് കേട്ടോ വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കിപ്പം ലോഡ് വന്ന് ഇറങ്ങിയതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് എടുത്ത് വെക്കാനുള്ള ടൈം കിട്ടിയിട്ടില്ല. നമ്മുടെ ഗിഫ്റ്റ് പ്ലാന്റ് എടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ബേസിലോട്ടിനെ വിട്ടേക്കാണ്ട്. ബേസിലോട്ടിന് ഇഷ്ടമുള്ള ഒരു ഗിഫ്റ്റ് പ്ലാന്റ് സെലക്ട് ചെയ്യട്ടെ. ഏത് ഗിഫ്റ്റ് പ്ലാന്റാണ് എടുത്തേക്കുന്നത്? വാവ്, അടിപൊളി കലയുടെയും തന്നെയാണ് കേട്ടോ ബേസിലോട്ടിന് എടുത്തിരിക്കുന്നത്. ബേസിലോട്ട് എല്ലാവർക്കും ഒരു ഹായ് കൊടുത്തേ. ബേസിലോട്ടൻ TV കാണുന്നതിൻ്റെ തിരക്കിനിടയിലായിരുന്നു കേട്ടോ. അവിടെ നിന്നാണ് ഞാൻ വിളിച്ചുകൊണ്ട് വന്നിരുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരു ടാറ്റ കൊടുത്തേരെ. അപ്പോൾ ബേസിലോട്ടൻ എടുത്ത ഗിഫ്റ്റ് പ്ലാന്റ് നമുക്ക് ലക്കി ഡ്രോ ആണ്. നമ്മുടെ ഗിഫ്റ്റ് പ്ലാന്റ് ഇവിടെ ഇരിക്കട്ടെ. അപ്പോൾ ലക്കി ഡ്രോ ആണ് നമ്മുടെ ഗിഫ്റ്റ് പ്ലാന്റ് സെലക്ട് ചെയ്യുന്നത്. നമ്മുടെ വിന്നറെ സെലക്ട് ചെയ്യുന്നത് ലക്കി ഡ്രോ ആണ്. എല്ലാവർക്കും കമൻറ്റുകൾ ചെയ്യാം. കമൻറ്റുകളിൽ നിന്നും ലക്കി ഡ്രോ ആണ് വിന്നറെ സെലക്ട് ചെയ്യുന്നത് കേട്ടോ. ഒരാൾക്കാണ് നമ്മൾ ഈ ഗിഫ്റ്റ് കൊടുക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും കമൻറ്റുകൾ ചെയ്യാം. കമൻറ്റുകളിൽ നിന്നും ഇപ്പം നമ്മൾ നെക്സ്റ്റ് വീക്ക് ഏതെങ്കിലും ഒരു ദിവസമായിരിക്കും വിന്നർ അനൗൺസ്മെൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും കമൻറ്റുകൾ ചെയ്യാം. അപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞത് നമുക്ക് ആകെ 5 വെറൈറ്റി പ്ലാന്റ്സ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. 5 കളേഴ്സാണ് നമുക്ക് വന്നിട്ടുള്ളൂ. അപ്പോൾ ആദ്യത്തെ കളർ നമുക്ക് ഏതാണെന്ന് നോക്കാം. ആദ്യമായിട്ട് കളർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗിഫ്റ്റ് പ്ലാന്റ് ആയിട്ട് ബേസിലോട്ട് സെലക്ട് ചെയ്തത് ഈ ഒരു പ്ലാന്റ് തന്നെയാണ് കേട്ടോ. ആദ്യത്തെ വെറൈറ്റി എന്ന് പറയുന്നത് ഈ ഒരു പ്ലാന്റ് കേട്ടോ. ഇതൊരു മിനിയേച്ചർ കലയുടെയാണ്. ഇത്രയും ഹൈറ്റ് വെക്കത്തുള്ളൂ. ഇതിന് ഒരുപാട് ഹൈറ്റ് വെക്കുന്ന ഒരു പ്ലാന്റ് അല്ല കേട്ടോ. ഇതൊരു വെറൈറ്റി, ഇത് നമുക്ക് എപ്പോഴും സാധാരണ വരാറുള്ളൊരു വെറൈറ്റി തന്നെയാണ് കേട്ടോ കലയുടെ. ഈ ഒരു വെറൈറ്റി നമുക്ക് ഇടയ്ക്കിടയ്ക്കൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു വെറൈറ്റിയാണ്. അപ്പോൾ ഇത് രണ്ടാമത്തെ വെറൈറ്റി ഇതാണ് കേട്ടോ വരുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ അടുത്തൊരു വെറൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വന്നിരിക്കുന്നത് ഇതൊരു റെയറായിട്ടുള്ള ഒരു പ്ലാന്റ്സ് ആണ് കേട്ടോ. നല്ലൊരു വെറൈറ്റിയാണ്. റെയറായിട്ടുള്ള ഒരു കലയുടെയാണ്. സാധാരണ അങ്ങനെ കോമൺ ആയിട്ടുള്ള ഒരു കലയുടെ അല്ല ഇത്. നമുക്കിത് അധികം അങ്ങനെ ഇതുവരെ വരാത്ത ഒരു ഐറ്റം ആട്ടോ. 1-2 പ്രാവശ്യം മാത്രമാണ് നമ്മുടെ അടുത്ത് ഇത് വന്നിട്ടുള്ളൂ. പിന്നെ അടുത്ത് വന്നിരിക്കുന്ന ഒരു വെറൈറ്റി എന്ന് പറഞ്ഞാൽ ഈ ഒരു പ്ലാന്റ് കേട്ടോ. നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റാണ് കേട്ടോ. ഇത് 4ാമത്തെ വെറൈറ്റി ഇതാണ് കേട്ടോ വരുന്നത്. ഇതാണ് കേട്ടോ 4ാമത്തെ വെറൈറ്റി വരുന്നത്.
അപ്പോൾ 4 വെറൈറ്റി ആയി. ഇനി അടുത്ത് വന്നിരിക്കുന്ന വെറൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബ്രൗൺ കളറായിട്ടുള്ളൊരു പ്ലാന്റ്സ് ആണ് കേട്ടോ. ഇതാ നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ 5 പ്ലാന്റാണ്, 5 വെറൈറ്റി കലേഡിയാണ് നമുക്ക് എത്തിയിരിക്കുന്നത് കേട്ടോ. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് നമുക്ക് എത്തിയിരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മളൊരു കോംബോ ആയിട്ട് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഈ ഒരു 5 വെറൈറ്റി കലേഡിന് ഇന്നത്തെ പ്രൈസ് വരുന്നത് 1200 രൂപയാണ്. ഈ 5 വെറൈറ്റി കലേഡിയം പ്ലാന്റിന് റേറ്റ് വരുന്നത് കേട്ടോ. അതായത് തായ്ലൻഡ് വെറൈറ്റി കലേഡിയാണ്, സാധാ കലേഡിയത്തിൻ്റെ റേറ്റ് അല്ല വരുന്നത്. അപ്പോൾ 5 വെറൈറ്റി 5 പ്ലാന്റും കൂടി എടുക്കുന്നവർക്കുള്ള പ്രൈസ് വരുന്നത് 1200 ആണ്. മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു വലിയ പോട്ടിലാട്ടോ വന്നിരിക്കുന്നത്. ഭയങ്കര മണ്ണും കാര്യങ്ങളൊക്കെ ആയിട്ട് വലിയ പോട്ടിലാണ് വന്നിരിക്കുന്നത്. നമ്മളിതിൻ്റെ പോട്ട് റിമൂവ് ചെയ്ത് ചെറിയ പോട്ടിൽ സെറ്റ് ചെയ്തിട്ടായിരിക്കും കലേഡി അയച്ചു തരാം കേട്ടോ. അപ്പോൾ ചെറിയൊരു പോട്ടിലേക്ക് മാറ്റി. കലേഡി ഒരു സെൻസിറ്റീവ് പ്ലാന്റ്സ് ആണ്, അതുകൊണ്ട് നമ്മൾ എവിടെ അയച്ചു കൊടുക്കുന്നത് പോട്ടിലേക്കായിരിക്കും. അപ്പോൾ പോട്ടിലേക്ക് സെറ്റ് ചെയ്തിട്ടായിരിക്കും കലേഡി അയക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഫ്രഷ് ആയിട്ട് തന്നെ ആയിരിക്കും പ്ലാന്റ് കിട്ടുക കേട്ടോ. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ കലേഡിയത്തിന് വേറെ പ്രത്യേകിച്ച് യാതൊരുവിധ കെയറിങ്ങും വേണ്ടാത്ത ഒരു പ്ലാന്റാണ് കലേഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് നമുക്ക് നന്നായിട്ട് വളമൊക്കെ ഇട്ട് നടാം. ചാണകപ്പൊടിയോ എല്ലുപൊടിയോ അങ്ങനെ എന്ത് വളം വേണമെങ്കിൽ നമുക്ക് കലേഡത്തിന് യൂസ് ചെയ്യാം. നല്ല നനയാണ് കലേഡത്തിന് വേണ്ടത് കേട്ടോ. നമുക്ക് കലാത്തിയ പോലെ തന്നെ നല്ല നന വേണ്ടുന്ന ഒരു ചെടിയാണ് കലേഡിയം. പിന്നെ ഈ ഒരു കലേഡിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വെയിലത്ത് വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ. കാരണം സാധാരണ കലേഡിയം എന്ന് പറഞ്ഞാൽ നോർമൽ കലേഡിയത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ സൺലൈറ്റ് കിട്ടുന്ന അനുസരിച്ചാണ് അതിൻ്റെ കളർ കയറി വരുന്നത്. നല്ല ഡാർക്ക് കളറായിട്ട് വരുന്നത് സൺലൈറ്റ് കിട്ടുന്ന അനുസരിച്ചാണ്. എന്നാൽ ഈ തായ്ലൻഡ് വെറൈറ്റി കലേഡിയത്തിന് ഡയറക്റ്റ് സൺലൈറ്റിൻ്റെ ആവശ്യമില്ല, ഇൻഡയറക്റ്റ് സൺലൈറ്റ് മതിയാകും. ഇതിന് ഈ നിൽക്കുന്ന കളർ തന്നെ നിൽക്കും. ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടിക്കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ കളറൊക്കെ അങ്ങ് മങ്ങി പോവാണ് സാധാരണ ചെയ്യുന്നത് കേട്ടോ. ഇതിൻ്റെ കളറൊക്കെ അങ്ങ് മങ്ങി ഇതൊരു വെളുത്ത കളറിലേക്ക് മാറും. അതുകൊണ്ട് ഡയറക്റ്റ് സൺലൈറ്റിൻ്റെ ആവശ്യമില്ല. ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു 5 കളേഴ്സാണ് ആകെ വന്നിരിക്കുന്നത്. ഇനിയിപ്പോൾ ഈ 5 കളർ ഒരുമിച്ച് എടുക്കണമെന്നൊന്നും ഇല്ല കേട്ടോ. നിങ്ങൾക്ക് ഇതിൽ ഇഷ്ടമുള്ള കളർ എടുക്കാം, സെലക്ട് ചെയ്യാനോ. ഇനിയിപ്പോൾ ഏതെങ്കിലും 1 കളർ മതിയെന്നോ 2 കളർ മതി അങ്ങനെ എടുക്കാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട് കേട്ടോ. പക്ഷേ ഈ കലേഡിയത്തിൻ്റെ റേറ്റിന് വ്യത്യാസം വരും. കലേഡിയത്തിൻ്റെ റേറ്റിന് വരുന്നത് ഇത് ആദ്യത്തെ വെറൈറ്റി കലേഡിയാണ്. ഈ ഒരു കലേഡിയത്തിൻ്റെ റേറ്റ് വരുന്നത് 280 ആണ്. ഈ ഒരു കലേഡിയത്തിൻ്റെ റേറ്റ് വരുന്നത് 280 ആണ്. ഈ ഒരു കലേഡിയത്തിൻ്റെ റേറ്റ് വരുന്നത് 280 ആണ്. ഇതും 280 തന്നെയാണ് വരുന്നത്. ഈ ഒരു കലേഡത്തിന് റേറ്റ് വരുന്നത് 240 കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് ഈ കലേഡത്തിൻ്റെ റേറ്റ് വരുന്നത്. സെപ്പറേറ്റ് ആയിട്ട് 2 പ്ലാന്റായിട്ട് വേണമെന്നുള്ളവർക്കും ഒരു കോംബോ റേറ്റിലിട്ട് ചെയ്തു തരാവുന്നതാണ് കേട്ടോ. വളരെ കുഞ്ഞൊരു സെയിൽ വീഡിയോ ആണ്. ഞാൻ പറഞ്ഞിരുന്നല്ലോ, വളരെ കുഞ്ഞൊരു സെയിൽ വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത്. കാരണം കലേഡിയം ഒരുപാട് വെറൈറ്റി വന്നിട്ടില്ല, എന്നാൽ കുറച്ച് മാത്രം വെറൈറ്റീസ് മാത്രമേ വന്നിട്ടുള്ളൂ. വളരെ കുഞ്ഞ് ഒരു സെയിൽ വീഡിയോ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ആവശ്യമുള്ളവർക്ക് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാം കേട്ടോ. വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ തന്നെ സ്ക്രീനിലും കൊടുത്തിട്ടുണ്ട്. വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ ഇനി നമ്മുടെ അടുത്ത് കുറച്ച് സാധാ നോർമൽ വെറൈറ്റി കലേഡിയം കൂടി അവൈലബിൾ ആണ് കേട്ടോ. ഇത് നമ്മുടെ ഒരു നോർമൽ വെറൈറ്റി കലേഡിയം തന്നെയാണ് കേട്ടോ. കാണാൻ ഭയങ്കര ഭംഗി തന്നെയാണ് കാണാനായിട്ട്. നല്ല ഭംഗിയാണ്. നല്ലൊരു പിങ്ക് കളറാണ്. ഇതിൻ്റെ ലീഫിൻ്റെയൊക്കെ ഷേപ്പ് കണ്ടോ, നല്ല അടിപൊളി ഷേപ്പാണ് ഇതിൻ്റെ ലീവ്സിനൊക്കെ വരുന്നത്. അപ്പോൾ ഈ ഒരു കലേഡി എന്ന് പറഞ്ഞാൽ നോർമൽ വെറൈറ്റി കലേഡിയാണ്. ഇതിപ്പോൾ നമ്മളിവിടെ ബൾബുകൾ കൊണ്ടുവന്നിട്ട് കലേഡിയത്തിൻ്റെ ബൾബുകൾ കട്ട് ചെയ്ത് ഇതിനകത്ത് ഇട്ടേക്കണം കേട്ടോ. ബൾബുകൾ ലീഫ് കട്ട് ചെയ്തതിനകത്ത് ഈ ഒരു പോട്ടിൽ ഇതുപോലെ വെച്ചിരിക്കുന്നതാണ്. അപ്പം മഴയും വെയിലും കൊള്ളാൻ പാകത്തിനുള്ള മഴയും വെയിലും കൊണ്ടാണ് ഇവിടെ ഇരിക്കുന്നത്. അപ്പം വെയിൽ കിട്ടുമ്പോഴാണ് ഇതിൻ്റെ കളർ കയറി നല്ല ഡാർക്ക് കളറായിട്ട് വരുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ ബൾബുകളിൽ നിന്ന് മുളച്ചേക്കുന്ന കലേഡിയം കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ നോർമൽ വെറൈറ്റി കലേഡിയവും നമുക്കിവിടെ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ നോർമൽ വെറൈറ്റി കലേഡിയത്തിന് റേറ്റ് കുറവ് തന്നെയാണ്. അതുപോലെ തന്നെ നമുക്ക് കുറച്ച് സ്ട്രോബെറി കലേഡിയവും നമുക്ക് അവൈലബിൾ ആണ്. ഇതും വെയിലും മഴയും കൊണ്ടിരിക്കാവുന്ന ചെടി തന്നെയാണ് കേട്ടോ. ഇതിനും പ്രത്യേകിച്ച് കെയറിങ്ങും കാര്യങ്ങളും ഒന്നും ആവശ്യമില്ല. അതുപോലെ തന്നെ നമുക്ക് ഇതുപോലെ തന്നെ നമ്മൾ ബൾബുകൾ ഇട്ടിരിക്കുന്ന കുറച്ച് വെറൈറ്റീസുകളാണ് കേട്ടോ. ഇത് നല്ല വൈറ്റാണ്, നല്ല പ്യുവർ വൈറ്റായിട്ട് വന്നിരിക്കുന്നതാണ്. ഇപ്പോൾ നമുക്ക് മഴയായതുകൊണ്ടാണ് നമുക്ക് ഈ വൈറ്റിൻ്റെ ഈ കളറുകളെല്ലാം പോയി പച്ചയായിട്ട് നിൽക്കുന്നത് കേട്ടോ. ഇത് നമുക്ക് സൺലൈറ്റ് കിട്ടുന്ന അനുസരിച്ചാണ് ഇതിനൊക്കെ കളർ കയറി വരുന്നത്. അതുപോലെ തന്നെ ഇത് ഒരു വെറൈറ്റി തന്നെയാണ് കേട്ടോ. ഇതും നോർമൽ കലേഡിയം തന്നെയാണ്. അതുപോലെ തന്നെ ഇത് വന്നിരിക്കുന്ന ഒരു കളറുണ്ടോ. ഇതൊക്കെ നോർമൽ വെറൈറ്റി കലേഡിയും കൂടി നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ്. ഇത് നമുക്കൊരു കോംബോ ചെറിയ പ്രൈസിന്, ഇതിൻ്റെ കോംബോ പ്രൈസിന് നമുക്കിത് അവൈലബിൾ ആണ്. ഈ ഒരു വെറൈറ്റി കലേഡിയവും നമ്മുടെ അടുത്തുണ്ട് കേട്ടോ. ഇതും നോർമൽ വെറൈറ്റി തന്നെയാണ്. ഇതുപോലെ ബൾബൊക്കെ ഇട്ട് ഇതുപോലെ ഒരു ട്രേയിൽ ഇതുപോലെ ബൾബൊക്കെ ഇട്ട് നിറച്ച് മുളച്ച് വന്നിരിക്കുന്നതാണ് കേട്ടോ. ഇതിൻ്റെ ബൾബുകളും നമുക്ക് ആവശ്യം പോലെ അവൈലബിൾ ആണ് കേട്ടോ. ഇത് സാധാ വെറൈറ്റി തന്നെയാണ് കേട്ടോ. നിങ്ങൾക്ക് വീടിൻ്റെ ചുറ്റുമൊക്കെ കാണുന്ന ഒരു വെറൈറ്റി തന്നെയായിരിക്കും കേട്ടോ. അപ്പോൾ ഈ കലേഡിയത്തിനൊക്കെ ചെറിയ പൈസ മാത്രമാണ് കേട്ടോ ഉള്ളൂ. ഇതുപോലത്തെ കലേഡി നമ്മുടെ അടുത്ത് ഒരു 9 കളേഴ്സ് അവൈലബിൾ ആണ് കേട്ടോ. 9 ഡിഫറെൻറ്റ് കളേഴ്സ് അവൈലബിൾ ആണ് കേട്ടോ.
ഇത്രയുമാണ് നമ്മുടെ കലയിടത്തിൻ്റെ ഇന്നത്തെ ഓഫറുകളും കാര്യങ്ങളൊക്കെ കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നാളെ നമുക്ക് റെഡ് അഗ്ലോണിമയുടെ ഒരു വീഡിയോ വരുന്നുണ്ട്. അപ്പോൾ പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.